നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെ 1201 തുലാമാസം 20-ാം തീയതി, അതായത് 2025 നവംബർ മാസം 6-ാം തീയതി ഗുരുവാരം. നാളെ ഗുരുവാരം തൃശ്ശൂരിൽ സൂര്യോദയം കാലത്ത് 6:20, അസ്തമയം വൈകിട്ട് 5:56. നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെയുള്ള സമയമാകുന്നു രാഹുകാലം. എന്നാൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ഭരണ നക്ഷത്രം കാലത്ത് കേവലം 10 നിമിഷം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പൂർണ്ണമായും നാളെ കാർത്തിക നക്ഷത്രമാണ്. നാളത്തെ ദിനത്തിൻ്റെ ഒരു പ്രത്യേകത, പൗർണമി കഴിഞ്ഞ് നാളെ പ്രതിപദമാണ്. കറുത്തപക്ഷത്തിലെ 1-ാം തിഥിക്കാണ് പ്രതിപദം എന്ന് പറയുക. പ്രതിപദം തിഥി അല്ലെങ്കിൽ പ്രഥമ തിഥി വെളുത്ത പക്ഷത്തിലേതായാലും കറുത്ത പക്ഷത്തിലേതായാലും ദാരിദ്ര്യം പ്രതിപദം കുര്യാത്, ദാരിദ്ര്യത്തെ ഉളവാക്കുന്നു. അതിനാൽ സാമ്പത്തികമായ വിഷയത്തിലേക്കൊന്നും നാളത്തെ ദിനം അത്ര അനുകൂലമല്ല. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. നാളത്തെ നക്ഷത്രം എന്താണ്? കാർത്തിക നക്ഷത്രമാണ്. വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ് കാർത്തിക. കൃത്തിക ഭാഗ്യ മൂലാശ്ച മകാ ചിത്രാച രേവതി. കാർത്തിക ഭാഗ്യം എന്നാൽ ഉത്രം, മൂലം മകം ചിത്ര രേവതി. ആദാതവ്യം ന ദാതവ്യം. വാങ്ങരുത്, കൊടുക്കരുത്. തച്ഛേഷന്തു വിനശ്യതി. ബാക്കി പോലും നഷ്ടപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നാളത്തെ ദിനം വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത നക്ഷത്രമാണ്, തിഥിയാണ്. സാമ്പത്തിക വിഷയത്തിൽ ഇടപെടുമ്പോൾ വളരെ ജാഗ്രത പാലിക്കണമെന്ന് മാത്രം. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു യാത്രയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ വേണമെങ്കിൽ കാലത്ത് 11:30 മുതൽ 12:30 വരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ്. ശിവനും വിഷ്ണുവുമുള്ള ക്ഷേത്ര ദർശനം വളരെ ഗുണകരമായി വരും. ദൈവങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണമായ ഒരു അനുഗ്രഹം ലഭിക്കാൻ ഈ ക്ഷേത്ര ദർശനം നിങ്ങൾക്ക് ഉപകരിക്കും. അപ്രകാരം തന്നെ നാളെ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക. ശിവക്ഷേത്രത്തിൽ കൂവളമാല ജലധാര വഴിപാടായി സമർപ്പിക്കുക. പിതാവിന് ശാരീരികമായ അസ്വസ്ഥ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ, പിതാവിൻ്റെ പേരിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ചെയ്യാം. കാർത്തിക, ഉത്രം, ഉത്രാടം നക്ഷത്രങ്ങളുടെ അധിപനായ ഗ്രഹം സൂര്യനാണ്. സൂര്യൻ ശിവനാണ്. അതാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ശിവക്ഷേത്ര ദർശനം നടത്താൻ പറഞ്ഞത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.